ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ ആശന് വേണ്ടി എന്തെങ്കിലും ഒളിപ്പിക്കണമെങ്കിൽ തന്നെ ദേ ഈ ചങ്കിനകത്ത് അത് ഭദ്രമായിരിക്കും. കുത്തിപ്പൊളിച്ചെടുക്കാൻ നോക്കിയാ എന്റെ രക്തം കൊണ്ട് ഞാനത് മായ്ക്കുകയും ചെയ്യും. എടാ മോനെ, ഞാനുണ്ടാക്കി ഇവിടെ നിനക്കൂടുള്ളതാ. ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങൾ നിരത്തിയാലും ശരി, ഇതേ എന്റെ വിയർപ്പാ, എന്റെ കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. ഞാൻ മരിക്കുന്നവരെ ഇനി ഈ വീട്ടിൽ തീരുമാനങ്ങളൊക്കെ പറയാനുള്ള അധികാരവും എനിക്ക് തന്നെ. എല്ലാം ശരിയാണ് അച്ഛാ, എല്ലാം ശരിയാ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ ചിന്തിക്കുന്ന പോലെയും മറ്റുള്ളവർ പെരുമാറണമെന്നില്ലല്ലോ. ശരിയാണ്, എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം മനസ്സിലാക്കാനും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചില്ല. എന്തായാലും ഇനി ഒരു പോലീസുകാരനെ എന്നെ തേടിയോടെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. അത്രയും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആമേ, തൃപ്തിയാകാൻ നിനക്കപ്പോ എന്തിന്റെ ആവശ്യമാണ് നിനക്ക്? ചുമ്മാ മനുഷ്യനെ മേക്കടത്തരായിട്ടും. വിഷ്ണു, ഹലോ സർ, സ്കാൻ റിപ്പോർട്ട് റെഡിയായി. ആ ശരി ശരി, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെ സർ. മോനെ വിഷ്ണു, ഞാനിപ്പോ വരാം. വളരെ നല്ല ഭാഷയിൽ നല്ല രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കൃത്യമായ ഉത്തരം തന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആള് മാറും, സ്ഥലം മാറും, ചോദിക്കുന്ന രീതിയും മാറും. എന്ത് വേണോന്ന് കമലൻ തന്നെ തീരുമാനിക്കേ. ഏട്ടത്തിയമ്മേ, അല്ല മാഡം, ഞാൻ ഇന്നലെ രാത്രി ഒരിടത്തും പോയിട്ടില്ല. പച്ചക്കള്ളോ പറയുന്നേ. ഇന്നലെ രാത്രി വിഷ്ണുവേട്ടന്റെ കൂടെ നീ ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ എന്തൊക്കെയാണോ ചെയ്തത് അതിനെല്ലാം നീ ഉത്തരവാദിയാ. ഇനി അഥവാ അരുതാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കൂട്ടുപ്രതിയാ. ദേ, സത്യം പറഞ്ഞ നമുക്കിതെല്ലാം ഒഴിവാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ആശാനും ശിഷ്യനും അകത്ത് പോയി കിടക്കേണ്ടി വരും. ഒന്ന് ദയവ് ചെയ്തൊന്ന് പറ, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയാ പോയത്? എന്തൊക്കെ ചെയ്തു? ആ ജീപ്പ് എങ്ങനെയാ കാണാതായത്? അതിന് വിഷ്ണുവേട്ടൻ പറയുന്ന ഒരു കാര്യവും എനിക്ക് വിശ്വാസയോഗ്യമായിട്ടില്ല. പറയ്, എന്തൊക്കെ കുഴപ്പങ്ങളാ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയത്? എന്നെ ചോദ്യം ചെയ്യണോ? അതെ, എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും. അവരവരുടെ കൈക്രിയകളൊക്കെ ചെയ്തോണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാം. ഞാൻ തടയില്ല. നീ നിലവിളിച്ചു പോവും. നിന്നെ പോലെ ഒരുത്തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ നല്ല ഭാഷയിൽ എന്താ നടന്നെന്ന് ഞാൻ ചോദിക്കുന്നെ. പറ, ഉള്ളത് പോലെ ഒന്ന് പറയേ. മേഡം എന്റെ ആശാനെ കാണുന്നതിന് മുമ്പ് ഞാൻ എന്റെ ആശാനെ കണ്ടു തുടങ്ങിയതാ. ആശാന്റെ മനസ്സിലേക്ക് മേഡം കയറുന്നതിന് മുമ്പ് ഒളിച്ചു കയറി സ്ഥാനം പിടിച്ചിട്ടുള്ള ആളാ ഞാൻ. ആ എന്റെ വായിൽ നിന്നും ആശാനെതിരായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമല്ലേ മേഡം? നിങ്ങൾ ഈ അധികാര കസേരയിൽ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല ഞങ്ങളെ പോലുള്ളവരുടെ സ്നേഹം. അത് പണത്തിന് മുമ്പിലോ ദേ ഇതുപോലെയുള്ള ഭീഷണിക്ക് മുമ്പിൽ അടിയറ വെക്കുന്നതുമല്ല.
ഈ ഭക്ത ഹനുമാന ഹൃദയം തുറന്നപ്പോ ശ്രീരാമചന്ദ്രന്റെ സീതാദേവിയുടെ ചിത്രം കണ്ടിരുന്നെങ്കിൽ എന്റെ ഈ ഹൃദയം തുറന്ന് കാണുന്നത് എന്റെ ആശാന്റെയും എന്റെ ഏടത്തെയും ചിത്രമായിരിക്കും. നിങ്ങൾക്കൂടി മരുത്ത പോലെയല്ല, ഏത് ഹിമാലയം പൊക്കാനും ഞാൻ തയ്യാറാണ്. അതെ, നടക്കില്ലെന്ന് അറിയാമെങ്കിലും എന്റെ മനസ്സിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഞാൻ ശ്രമിക്കെങ്കിലും ചെയ്യും. ആ ആശാൻ ഒറ്റിക്കൊടുക്കാൻ എന്നോട് പറയാൻ മേഡത്തിന് എങ്ങനെ തോന്നി? ഇനിയിപ്പോ ആശാന് വേണ്ടി എന്തെങ്കിലും ഒളിപ്പിക്കണമെങ്കിൽ തന്നെ ഈ ചങ്ങിനകത്ത് അത് ഭദ്രമായിരിക്കും. കുത്തിപ്പൊളിച്ചെടുക്കാൻ നോക്കിയാ എന്റെ രക്തം കൊണ്ട് ഞാനത് മായ്ക്കുകയും ചെയ്യും. അല്ല, ഇത്രയൊക്കെ പറഞ്ഞ പോരെ മേഡം? ഇനി ഞാനും എന്റെ ആശാനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനേ ഇല്ല. അല്ല, ഇനി വേണേ മേഡത്തിന്റെ പോലീസിനെ വിളിക്കാം. അല്ല, കുത്തിപ്പിടിഞ്ഞ് എന്നിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങ് എടുത്തോട്ടെ. പക്ഷെ എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ ആശാനെ ഒറ്റ കൊടുക്കില്ല. എന്നെ നിർത്തി മേഡത്തിന്റെ വിലയേറിയ സമയം കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ എന്റെ അച്ഛനെ ഒറ്റ കൊടുക്കില്ല. അത് ഉറപ്പാണ്. ആ കമല, അതെ, ഏടത്തമ്മേനെ കളക്ടറേറ്റേക്ക് വിളിപ്പിച്ചോ. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അതെന്തിനാ? നീ വല്ല അബദ്ധം പറഞ്ഞ? ഏടത്തമ്മ IAS ആണെങ്കിലേ ഞാൻ ആരാ? ഭരചന്ദ്രൻ IPSന്റെ ആളാ. അല്ല, ആ പടങ്ങള് കണ്ടതിന്റെ ഓർമ്മയിലെ ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു. 1 ലക്ഷം പേരെ പോലെ. കൂട്ടത്തിൽ കുറച്ച് സെന്റിമെന്റ്സും കൂടെ കേട്ടിക്കൊടുത്തു. അതിൽ ഏടത്തേമാണ് വീണു. അവര് നിന്നൊന്ന് വരട്ടി കാണൂല്ലേ? തൂക്കിയെടുത്ത് പോലീസിന്റെ കയ്യിൽ കൊടുക്കുന്നവരെ പറഞ്ഞു. അല്ല, ഞാനാരാ മോൻ? ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് പിടിച്ചു നിന്നു. ഈ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ. എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കി പിന്നെ മതിയാക്കി. പിന്നെ എന്റെ അടുത്തൊക്കെ പോവാൻ പറഞ്ഞു. അല്ല, നീ ഇപ്പൊ എവിടെ നിന്ന് സംസാരിക്കണേ? കളക്ടറേറ്റിന്റെ അടുത്ത് നിന്ന്. എടാ, അവിടെ അടുത്ത് CCTV ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെയൊന്നും കാണുന്നില്ല അച്ഛനെ. ആ, നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയ തെളിവാണ് ഈ CCTV ഫുട്ടേജ് ഒക്കെ. ഓ,